ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഏത് മെഷീനാകട്ടെ, സാധാരണ പവർ മെഷീനോ സാധാരണ ഒരു മെഷീനോ ഏത് മെഷീനായിക്കോട്ടെ, റോൾഡ് ഹെം ഫുഡില്ലാതെ ഫിഷ് ലൈൻ ഉപയോഗിച്ച് എങ്ങനെ ഉരുട്ടി തയ്ക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് സാധാരണ സ്കർട്ടിൻ്റെ താഴ്ഭാഗമാണല്ലോ ഉരുട്ടി തയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കർവായ സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതലല്ല, ഇതിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പ്രധാനമായിട്ടും ചെയ്യാൻ എന്ന് പറയുന്നത് ഈ സ്കർട്ടിൻ്റെ അരികുവശം സ്റ്റിച്ച് ചെയ്യാം. ഫുള്ളുള്ള സാരികളിൽ റഫിൾസ്, ദുപ്പട്ട ഇതിനൊക്കെ ചെയ്താൽ നല്ല നീറ്റ് ഫിനിഷിങ്ങോടെ കിട്ടുന്നതായിരിക്കും. സാധാരണ ഈ റോൾഡ് ഹെം ഫൂട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ ഒരു തയ്യൽ തുമ്പിൻ്റെ അളവ് ചെറുതായിട്ട് രീതിയിൽ കാണാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നീറ്റില്ലാത്തത്. ഇപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റോടെ നമുക്ക് തയ്ക്കാൻ കഴിയും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സ്കർട്ടിലൊക്കെ ഈ അരികുവശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 1/2 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് ഇട്ടേക്കണം. 1/2 ഇഞ്ചിൻ്റെ അകത്താണ് നമ്മൾ ഫിഷ് ലൈൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ 1/2 ഇഞ്ചിൻ്റെ അകത്ത് ഫിഷ് ലൈനിൻ്റെ വരത്തക്ക രീതിയിൽ അത് വച്ചതിന് ശേഷം നല്ല നീറ്റ് ഫിനിഷിങ്ങോടെ കിട്ടാൻ വേണ്ടി ആദ്യമേ നല്ല നീറ്റായിട്ട് തയ്ക്കണം. പവർ മെഷീനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും മിനിമം സ്പീഡിലാക്കിയതിന് ശേഷം വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. തുടക്കത്തിലെ സ്ലോയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം സ്പീഡിൽ തയ്ക്കാൻ കഴിയുന്നതായിരിക്കും. ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്നും ആ തയ്യൽ തുമ്പിൻ്റെ അകത്ത് തന്നെ ഫിഷിംഗ് ലൈൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഫിഷ് ലൈൻ അതിൻ്റെ ഉള്ളിലോട്ട്, തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം ആ മടക്ക് വരുന്നതിൻ്റെ അരികിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അരികു വശത്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഉരുട്ടി ഹെമ്മിങ് പോലെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല കർവ് ഷേപ്പ്ഡായിട്ട് ആ ഫിഷ് ലൈൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കർവ് ഷേപ്പ്ഡായിട്ട് നമുക്ക് കിട്ടും. സാധാരണ ഈ സ്കർട്ടിലൊക്കെ എല്ലാവരും ഹെമ്മിങ് ചെയ്യുന്നത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മടക്കി അരികുവശം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം ട്രിം ചെയ്ത് പിന്നെയും ഒരിക്കൽ കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ് സാധാരണ എല്ലാവരും സ്കർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം തയ്യൽ തുമ്പിൻ്റെ അകത്ത് ഫിഷ് ലൈൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സ്കർട്ടിൻ്റെ അരികുവശമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കർവ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അത് മടക്കുമ്പോൾ ഈ മടക്കെല്ലാം ഒരേ രീതിയിലായിരിക്കണം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് വീഴുന്നുണ്ടോ എന്നും ഈ ഫിഷ് ലൈൻ ഹെമ്മിങ്ങിൻ്റെ അകത്താണ് വരുന്നതെന്നും നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം. ഈ ഫിഷ് ലൈൻ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിഷ് ലൈൻ നല്ല സ്ട്രെയിറ്റായിട്ട് കിട്ടാനും അതിൻ്റെ മടക്ക് വശത്ത് അരികോട് ചേർന്ന് ലഭിക്കാനും ഈ സ്റ്റിച്ച് ചെയ്ത ആ വശം നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ അരികു വശത്തായിട്ട് ഫിഷ് ലൈൻ കിട്ടാനും അരികു വശത്തൂടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല കർവ് ഷേപ്പായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ തയ്യൽ തുമ്പും ആ ത്രെഡുമൊക്കെ കട്ട് ചെയ്യാവുന്നതാണ്. ഈ അരികു വശമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വേറൊരാളുടെ സഹായമില്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ പ്രഷർ കുക്കർ വച്ച് സൂചി ഒന്ന് താഴ്ത്തിയതിന് ശേഷം വലിച്ചു പിടിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല കർവ് ഷേപ്പായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തയ്യൽ തുമ്പെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് ഹെമ്മിങ് ചെയ്യുന്നത് പോലെ ചെറുതായിട്ട് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അരികത്തൂടെ ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക എന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തു നോക്കുന്നത് പുറമെ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കും ഷെയറും ചെയ്തേക്കണേ. നെക്സ്റ്റ് തയ്യൽ ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം.